വസു, നീ എന്താ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നത്? ഏട്ടത്തി എന്താ ഉദ്ദേശിച്ചത്? ഏട്ടത്തെയോ? ഈ വിളി പോലും വെറുതെ ആണെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഏട്ടത്തെ ഇന്ന് വിളിക്കുമ്പോ ആത്മാർത്ഥതയുടെ ഒരു അംശം പോലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് നീ ഇത് ചെയ്യുമായിരുന്നോ? ദേ, വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്ന് വിളിച്ചു പോവാതെ വന്നത് എന്തിനാണെന്ന് വെച്ചാ പറയ. എന്നാലേ മനുഷ്യന് മനസ്സിലാവൂ. മനസ്സിലാവാത്തതായി അഭിനയിക്കരുത് വസുന്ധര. നിനക്ക് ശിവാനി ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം അല്ലേ? അതിനനുവദിച്ചില്ലെങ്കിൽ നീ ഗൗതമിന്റെ ജന്മരഹസ്യം പുറത്തു പറയൂന്ന് ഗോപിയേട്ടനെ ഭീഷണിപ്പെടുത്തി അല്ലേ? ഒന്നുമല്ലെങ്കിലും നിന്റെ കൂടപ്പിറപ്പല്ലേ അദ്ദേഹം? നീ കാരണം ആ മനുഷ്യനിപ്പോ അറ്റാക്ക് വന്നത്. മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം നിന്റെ ഉള്ളിൽ ലെവലേശം ഉണ്ടോ? ആ പാവത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു നീ? ദേ നോക്ക്, ഏട്ടന് ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നുള്ളത് സമ്മതിച്ചു തരാം. പക്ഷേ അത് കാരണമാണ് നെഞ്ചുവേദന വന്നതെന്ന് പറഞ്ഞാ അത് സമ്മതിച്ചു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശിവാനി ഈ വീട്ടിലേക്ക് വരണമെന്നുള്ളത് എന്റെ ആവശ്യമാണ്. അത് നിങ്ങളോടൊക്കെ ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാ നിങ്ങൾ നടത്തി തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ബ്ലാക്ക്മെയിൽ ചെയ്തത്. അതൊരു തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിന്റെ അനാവശ്യമായ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കുന്നതിന് ഗൗതമിന്റെ ജന്മരഹസ്യം തന്നെ നിനക്ക് ആയുധമാക്കണം അല്ലേ? എന്റെ ആഗ്രഹങ്ങൾ ആവശ്യമാണോ അനാവശ്യമാണോ എന്നത് ഞാനാ തീരുമാനിക്കുന്നത്. അത് നേടിയെടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതിന് ഞാൻ എന്തു ആയുധമാക്കും. നീ എന്താ ഈ വിളിച്ചു പറയുന്നതെന്നൊന്ന് ആലോചിച്ചു നോക്ക്. ഗൗതമിന്റെ ജന്മരഹസ്യം എന്തെങ്കിലും പുറത്തറിഞ്ഞ ഈ വീട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ നിനക്ക്? ഗൗതം അറിഞ്ഞ അവൻ തകർന്നു പോവും. ആ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നാഴികയ്ക്ക് 40 വട്ടം നാവെടുത്ത നീ അപ്പൊ പറയുമല്ലോ ഗൗതം നിന്റെ മകനാണെന്ന്. അതൊക്കെ അപ്പം വെറും വാക്കായിരുന്നു അല്ലേ? ഗൗതമിന്റെ ജീവിതം എങ്ങനെയാണെങ്കിലും നിനക്കൊന്നുമില്ലല്ലോ അല്ലേ? അവൻ സങ്കടപ്പെട്ടാലും കുഴപ്പമില്ല, നശിച്ചാലും കുഴപ്പമില്ല അല്ലേ? അവന്റെ നാശത്തിന് വേണ്ടി അല്ല ഞാനിത് ചെയ്യുന്നത്. അതൊന്നും മനസ്സിലാക്ക്. അവന്റെ നന്മയ്ക്ക് വേണ്ടിയാ. വെറുതെ ഓരോന്ന് വിളിച്ചു പറയല്ലേ വസു. വെറുതെ പറയുന്നതല്ല, ഞാൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. ഗൗതമിന് ഒരിക്കലും യോജിച്ചൊരു പെണ്ണല്ല നിധി. ഗൗതമിന്റെ കൂടെ നിധി ഉള്ളിടത്തോളം കാലം അവന്റെ ജീവിതം തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ശിവാനിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നിധിയെ ഇവിടെ നാടിച്ചിറക്കി ഗൗതമിന്റെ ജീവിതം ശുദ്ധി വരുത്താമെന്ന് ഞാൻ തീരുമാനിച്ചത്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ വസുന്ധരെ? ഗൗതമ നിധിയും സ്നേഹത്തിലെ സമാധാനത്തിലല്ലേ ജീവിക്കുന്നത്? നീ എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത്? പറഞ്ഞു വെക്കുന്നത് ഒന്നേ ഉള്ളൂ. അഷ്ടിക്ക് വകയില്ലാത്ത കുടുംബത്തിൽ നിന്ന് വന്നു കയറിയ ഒരു ദരിദ്രവാസിയെ ഈശ്വരമംഗലം കുടുംബത്തിന് ആവശ്യമില്ല. എനിക്കും ആവശ്യമില്ല. ഏട്ടത്തി അതേ ഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾ തമ്മിൽ നല്ലോണം ചേരും. ചേരേണ്ടടുത്തല്ലേ ചേരൂ. പക്ഷേ എനിക്കത് പറ്റില്ല. എന്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന് സൊസൈറ്റിയിൽ എന്റെ അന്തസ്സിന് ചേർന്നൊരു പെണ്ണായിരിക്കണം ഗൗതമിന്റെ ഭാര്യയായിട്ടൊപ്പം ജീവിക്കേണ്ടത്. നിധിയെ ഏത് വിധത്തിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. പകരം ഗൗതമിന്റെ ഭാര്യയായി എന്റെ മനസ്സിന് പിടിച്ച ഒരു പെൺകുട്ടി വരികയും വേണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഏട്ടനെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. അപ്പൊ ഗോപിയേട്ടൻ വസുവിന്റെ ബ്ലാക്ക്മെയിലിന് വഴങ്ങിയില്ലെങ്കിലോ? ശിവാനി ഇവിടേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ചില്ലെങ്കിലോ? അപ്പൊ ഗൗതമിന്റെ ജന്മരഹസ്യങ്ങളെല്ലാം വസു പുറത്തു പറയൂല്ലേ? ഗോപിയേട്ടന് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സമ്മതിച്ചേ മതിയാകൂ. സമ്മതിപ്പിക്കും ഞാൻ.